നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് വേശ്യാവൃത്തി ചെയ്യിക്കുന്നത്. ആരാണ് അതിന്റെ നടത്തിപ്പുകാരൻ എന്നതിനെപ്പറ്റി അവർക്ക് ഒരറിവുമില്ലായിരുന്നു. എങ്കിലും ചില ഓട്ടോറിക്ഷക്കാരാണ് ഇടപാടുകാരെ കൊണ്ടുവരുന്നതും തിരികെ കൊണ്ടുപോകുന്നതെന്നും മനസ്സിലായി. ചില സൂചനകൾ വച്ച് പോലീസ് അവരിൽ ഒരുവനെ അങ്ങനെ പിടികൂടി. വർഷം 1987. ചെന്നൈ നഗരത്തിന് സമീപമുള്ള തിരുവാൻമൂർ എന്ന ഒരു തീരപ്രദേശം. അവിടെ നിന്നും അടുത്തടുത്തായി 6 പെൺകുട്ടികളും 3 യുവാക്കളെയും കാണാതാകുന്നു. അതും പരമ ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ടവർ. ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതിയുമായി ചെല്ലുകയാണ്. അവരുടെ ചുറ്റുപാടുകൾ കണ്ട പോലീസുകാർ വിശ്വസിച്ചത് രക്ഷിതാക്കൾ തന്നെ ഈ കുട്ടികളെ ആർക്കെങ്കിലും വിറ്റതായിരിക്കുമെന്നാണ്. വിവാഹം ചെയ്തയക്കാനോ സ്ത്രീധനം നൽകാനോ കഴിവില്ലാത്തതിനാലായിരിക്കും അവർ ഇങ്ങനെ ചെയ്തതെന്നും പോലീസുകാർ കരുതി. പരാതിയുമായി വന്നവരെ ശാസിച്ച് പറഞ്ഞുവിടുന്നു. പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ്? ആ ആൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? അവരെല്ലാം ജീവനോടെയുണ്ടോ അതോ മരണപ്പെട്ടോ? ഇന്ത്യയെ വിറപ്പിച്ച ഒരു ആളിനെ കുറിച്ചാണ് ഈ കഥ. കാണാം ഒരു നാൾ ഒരിടത്ത്. ഡിസംബറിൽ അപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന MGR നിര്യാതനായി. തുടർന്ന് തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണം തുടരുന്ന സമയം PC അലക്സാണ്ടർ സംസ്ഥാനത്തെ ഗവർണറായി അധികാരത്തിലേറി. അങ്ങനെയിരിക്കെ അദ്ദേഹത്തെ കണ്ട് പരാതി ബോധിപ്പിക്കാനായി തിരുവാൻമൂരിൽ നിന്നും ചിലരെത്തുന്നു. കാണാതായ കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളുമായിരുന്നു ആ കൂട്ടത്തിൽ. തിരുവാൻമൂർ പോലീസ് അല്പം പോലും അവരുടെ പരാതി പരിഗണിക്കുന്നില്ലെന്ന് അവർ ഗവർണറോട് സങ്കടം ബോധിപ്പിച്ചു. അത് കേട്ട് മനസ്സലിഞ്ഞ അദ്ദേഹം ഉടനെ തന്നെ റേഞ്ച് DIGയെ വിളിപ്പിച്ചു. ഈ ഗ്രാമീണയുടെ പരാതി ഉടനെ തന്നെ വേണ്ട പോലെ പരിഗണിക്കുവാൻ ഉത്തരവുമിട്ടു. DIG ജാഫർ അലി ഉടനെ തന്നെ പുതിയൊരു പോലീസ് ടീം രൂപീകരിക്കാൻ തീരുമാനിച്ചു. തിരുവാൻമൂർ സ്വദേശിയായ ആരി എന്നൊരു കോൺസ്റ്റബിൾ അടക്കം പല്ലവാരം സർക്കിൾ ഇൻസ്പെക്ടർമാരായ തങ്കമണി, രംഗനാഥൻ, സബ് ഇൻസ്പെക്ടർമാരായ സുബ്രഹ്മണ്യൻ, സെങ്കനി കൂടാതെ 4 കോൺസ്റ്റബിൾമാർ എന്നിവർ അടങ്ങുന്ന ഒരു ടീം അന്വേഷണത്തിനായി അങ്ങനെ തയ്യാറായി. 1988 തിരുവാൻമൂർ ഗ്രാമം. വികസനം തീരെയില്ലാത്ത ഒരു തീരപ്രദേശം. 80കളിലെ മദ്യനിരോധനത്തെ തുടർന്ന് വ്യാപകമായ വ്യാജമദ്യ വിൽപ്പന നടക്കുന്ന ഒരു സ്ഥലം. നാടൻ ചാരായം വിൽക്കുന്ന കടകൾ വരെയുണ്ട് അവിടെ. അങ്ങനെ ഒരു കടയ്ക്ക് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു സുബ്ബലക്ഷ്മി എന്ന പെൺകുട്ടി. പെട്ടെന്ന് അവളുടെ സമീപത്തേക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഒരാൾ വന്നു. അവളുടെ അരികിലായി നിർത്തി. അതിൻ്റെ പിന്നിലിരുന്ന ആൾ അവളെ ഓട്ടോയ്ക്കുള്ളിലേക്ക് പിടിച്ച് കയറ്റാൻ ശ്രമിച്ചു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൾ കുതറിയോടി. ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുമ്പോഴേക്കും ഓട്ടോ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. സുബ്ബലക്ഷ്മി നേരെ തിരുവാൻമൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. തനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി അവൾ പോലീസിൽ പരാതി നൽകി. DIGയുടെ പ്രത്യേക അറിയിപ്പുണ്ടായിരുന്നതിനാൽ പോലീസിന് ആ പരാതി അവഗണിക്കുവാൻ പറ്റുമായിരുന്നില്ല. പരാതിയെപ്പറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു വിവരം ലഭിച്ചു. ലോക്കൽ പോലീസിനെ മാറ്റി നിർത്തി അവർ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു. ആരാണ് ആ ഓട്ടോക്കാരൻ എന്നതിനെപ്പറ്റി ഒരു തുമ്പും ലഭിച്ചില്ല. അവർക്ക് നമ്പർ പ്ലേറ്റ് പോലും ഉണ്ടായിരുന്നതായി ആരും ഓർക്കുന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്പർ ശ്രദ്ധിച്ചിട്ടില്ല. ഇതിനെല്ലാം ഉപരിയായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതായി പലരും സമ്മതിക്കുന്നു പോലുമില്ല. കാണാതായ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ തോറും നടന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നു. യുവാക്കളുടെ കുടുംബങ്ങളിലും അന്വേഷണം നടത്തി. എന്തായാലും ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസിന് മനസ്സിലായി. ഇതിനിടയിൽ ചുടലെ മുത്തു എന്നൊരു യുവാവിനൊപ്പമാണ് ലളിത എന്ന യുവതിയെ കാണാതായതെന്ന് പോലീസിന് മനസ്സിലായി. ചുടലെ മുത്തുവിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആളാണെന്ന് പോലീസിന് പിടികിട്ടി. പക്ഷേ അയാളുടെ കുടുംബത്തിൽ ഇതേപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാത്ത ലളിത എന്ന യുവതിക്ക് പ്രത്യേക തൊഴിലുമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കിയിടത്തോളം അവർ തമ്മിൽ പ്രണയമായിരുന്നു. എവിടേക്കോ കടന്നു കളഞ്ഞു. ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടാവും. എന്നാൽ സമ്പത്ത് മോഹൻ, ഗോവിന്ദരാജ്, രവി എന്നീ യുവാക്കളുടെ തിരോധാനം ദുരൂഹമായി തന്നെ തുടർന്നു. ഇവരുടെയൊന്നും പുറം ബന്ധങ്ങളെ പറ്റിയോ തൊഴിലിനെ പറ്റിയോ ബന്ധുക്കൾക്ക് യാതൊരു പിടിപാടുമുണ്ടായിരുന്നില്ല. അതിനിരക്ഷരായ സാധാരണക്കാർ, നിത്യ ചെലവിന് പോലും കഷ്ടപ്പെടുന്നവർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പെൺകുട്ടികളെ ഏതോ വേശ്യാലയത്തിന് വിറ്റിട്ടുണ്ടാകുമെന്നാണ് പുതിയ അന്വേഷണ സംഘവും വിശ്വസിച്ചത്. പക്ഷേ അതിലേക്ക് നയിക്കാവുന്ന യാതൊരു തെളിവുകളും അവർക്കന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ പെരുവൻമൂരിലെ മദ്യവിൽപ്പന കേന്ദ്രത്തിന് സമീപത്തായി
ഒരാൾ ഒരു സൈക്കിൾ റിപ്പയറിംഗ് കട തുടങ്ങി. തൊഴിലിൽ അത്ര വിദഗ്ധനൊന്നുമല്ലെങ്കിലും തട്ടുമുട്ടുമൊക്കെയായി അയാൾ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ അല്പം മദ്യപിക്കുന്ന അയാളെ സന്ദർശിക്കാനെത്തുന്ന സുഹൃത്തുക്കൾക്കും മദ്യം വാങ്ങിക്കൊടുക്കുന്നതും പതിവാക്കി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാൾ ആ ചാരായ ഷാപ്പിലെ പ്രധാന പറ്റുപടിക്കാരനും വിൽപ്പനക്കാരൻ്റെ സുഹൃത്തുമായി മാറി. ചാരായ ഷാപ്പിൽ ധാരാളം പേർ ഓട്ടോയിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവയിൽ ചിലതിൻ്റെ പിന്നിൽ ചില യുവതികൾ ഇരിക്കുന്നത് കാണാം. തീർച്ചയായും അവർ യാത്രക്കാരൊന്നുമല്ല. ഒരു ദിവസം സൈക്കിൾ റിപ്പയറിംഗുകാരൻ ചാരായ വിൽപ്പനക്കാരനോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ഒരു പെണ്ണു വേണം. ആദ്യമൊക്കെ അയാൾ ചീത്ത പറഞ്ഞ് ഓടിച്ചുവെങ്കിലും ഒടുക്കം തൻ്റെ പറ്റുപടിക്കാരൻ്റെ ആഗ്രഹത്തിന് അയാൾ വഴങ്ങിക്കൊടുത്തു. അങ്ങനെ വൈകുന്നേരം അയാളും ആ ഷാപ്പുകാരനും ഒരു ഓട്ടോയുടെ പിന്നിൽ കയറി യാത്ര തുടർന്ന്. സാധാരണ ഓട്ടത്തിൻ്റെ നിരക്കൊന്നുമല്ല ഈ സവാരിക്ക്. എങ്കിലും അയാൾക്ക് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. നേരത്തെ ഓടിയതിനു ശേഷം കടലോരത്തെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തേക്കാണ് ഓട്ടോ എത്തിയത്. അവിടെ ഓല കെട്ടി മേഞ്ഞ കുടിലുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് ചിലർ അവിടെ ഇവിടെയായിരിക്കുന്നു. വരുന്നവരെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുമുണ്ടവർ. കടലിൻ്റെ ഇരുമ്പും കാറ്റും ഓലക്കുടികളുടെ വാതിലുകൾ ഇടയ്ക്കിടെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടപോടെ ഒരാൾ അടുത്തു വന്നു. സംശയദൃഷ്ടിയോടെയാണ് നോട്ടം. കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞ തുക ഒരു മടിയും കൂടാതെ നൽകിയതോടെ ആ മുഖം തെളിഞ്ഞു. അല്പസമയത്തിനകം സൈക്കിൾ റിപ്പയറിംഗുകാരനെ ഒരു ഓലക്കുടിലിൻ്റെ വാതിലിനകത്താക്കി ചാരി. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം അയാൾ മറ്റൊരു ഓട്ടോയ്ക്ക് താമസ സ്ഥലത്തേക്ക് തിരികെയും പോയി. അന്ന് അർദ്ധരാത്രിക്ക് ശേഷം 3 ജീപ്പ് നിറയെ പോലീസുകാർ അവിടേക്ക് കുതിച്ചെത്തി. ഓലപ്പുരകൾ ചവിട്ടി മെതിച്ച് അവർ അവിടെ ഉണ്ടായിരുന്നവരെ പിടികൂടി. നടത്തിപ്പുകാരായ പുരുഷന്മാരെല്ലാം ഓടിപ്പോയിരുന്നു. കുറച്ച് സ്ത്രീകളെയും ഇടപാടുകാരെയുമാണ് അവർ കിട്ടിയത്. കിട്ടിയവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. മിക്ക യുവതികളും തടങ്കലിലായിരുന്നു. അവരെ പല സ്ഥലങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്നതാണ്. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് വേശ്യാവൃത്തി ചെയ്യിക്കുന്നത്. ആരാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ എന്നതിനെപ്പറ്റി അവർക്ക് ഒരറിവുമില്ലായിരുന്നു. എങ്കിലും ചില ഓട്ടോറിക്ഷക്കാരാണ് ഇടപാടുകാരെ ഇവിടെ കൊണ്ടുവരുന്നതും തിരികെ കൊണ്ടുപോകുന്നതെന്നും അവർക്ക് മനസ്സിലായി. ചില സൂചനകൾ വച്ച് പോലീസ് അവരിൽ ഒരുവനെ പിടികൂടി. ശിവാജി എന്നു പേരായ ഒരുവനായിരുന്നു അത്. അയാൾ ഓട്ടോ ഓടിച്ചിരുന്ന സ്റ്റാൻഡിലായിരുന്നില്ല, ഇടപാടുകാർക്ക് വേണ്ടി മാത്രമായിരുന്നു. ചോദ്യം ചെയ്തതിൽ നിന്നും വലിയൊരു ഗ്യാങ്ങിലെ കണ്ണിയാണ് അയാളെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് ഗ്യാങ്ങിലെ മറ്റുള്ളവരെ കൂടി പോലീസ് പലയിടങ്ങളിൽ നിന്നും അന്വേഷിച്ച് കണ്ടെത്തി. എല്ലാവരെയും സ്റ്റേഷനിലെത്തിച്ചു. മോഹൻ, എൽഡിൻ, ജയവേലു, ജയരാജൻ, രവി, പളനി, പരമശിവം എന്നിവരായിരുന്നു അവരെല്ലാം. മോഹനാണ് അവരുടെ നേതാവെന്നാണ് പോലീസ് കരുതിയത്. ഒട്ടും കൂസലില്ലായിരുന്നു അവന്. പോലീസിന്റെ മുന്നിൽ തൻ്റെ ഇടത്തോടെ നിന്നു. പോലീസ് മുറിയിലുള്ള ചോദ്യം ചെയ്യൽ നിന്ന് പുതിയൊരു പേർ പുറത്തു വന്നു. ഗൗരി ശങ്കർ, മോഹന്റെ മൂത്ത സഹോദരൻ. ഗൗരി ശങ്കറിനായി പോലീസ് ഒരു വലിയ വലയൊരുക്കി. അയാൾ ഉണ്ടാകാൻ സാധ്യതയുള്ളിടത്തെല്ലാം പോലീസ് എത്തുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടിരിക്കും. ഒടുവിൽ അയാളുടെ താമസ സ്ഥലം പോലീസ് കണ്ടെത്തി. അവിടെ റെയ്ഡ് ചെയ്തു. പല സ്ത്രീകളുടെയും ഫോട്ടോകൾ, മദ്യക്കുപ്പികൾ, നാടൻ ചാരായം നിറച്ച കന്നാസുകൾ, അങ്ങനെ പലതും. എന്നാൽ അവയേക്കാളേറെ വിലപ്പെട്ട മറ്റൊന്നുകൂടി പോലീസ് കണ്ടെടുത്തു. ഒരു ഡയറി. ആ ഡയറി പരിശോധിച്ച പോലീസിന് കുറെ ഫോൺ നമ്പറുകളും കോഡ് നെയിമുകളും കാണാൻ സാധിച്ചു. ആ നമ്പറുകൾ ട്രേസ് ചെയ്ത പോലീസ് ഒന്നമ്പരന്നു. തമിഴ്നാട്ടിലെ മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ചിലരുടെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയുമായിരുന്നു ആ നമ്പറുകൾ. തങ്ങൾ തിരയുന്ന ആൾ കൊമ്പൻ സ്രാവാണെന്ന് മനസ്സിലായ പോലീസ് ജാഗ്രതയോടെ നീങ്ങി. ഒരു ഓട്ടോയിലാണ് ഗൗരി ശങ്കർ സഞ്ചരിക്കാറുള്ളതെന്ന് പോലീസിന് മനസ്സിലായി. നിരവധി തിരച്ചിലിന് ശേഷം അത് കണ്ടെത്തി. വിജനമായൊരിടത്ത് ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു അത്. വേഷം മാറിയ പോലീസുകാർ പലയിടത്തായി ഒളിഞ്ഞിരുന്നു. രാത്രിയിൽ ഓട്ടോയിൽ കയറിപ്പോകാൻ ഒരുങ്ങിയ അയാളെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ശങ്കറിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. മുകളിൽ നിന്നുള്ള വിളി ഒഴിവാക്കാൻ ഫോൺ മാറ്റിവെച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ. അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാടിനെ പിടിച്ചുകുലുക്കിയ വിവരങ്ങളാണ് വെളിയിൽ വന്നത്. ആരാണ് ഈ ഗൗരി ശങ്കർ? 1955 വെല്ലൂർ ജില്ലയിലെ കാങ്കേനൂരിലാണ് ഗൗരി ശങ്കർ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായ അയാൾ പിന്നീട് താമസം പെരിയാർ നഗറിലേക്ക് മാറ്റി. അവിടെ ഒരു പെയിന്റിംഗ് പണിക്കാരനായി ജീവിതം തുടങ്ങി. എന്നാൽ അത്ര ശോഭിക്കാത്തതിനാൽ അയാൾക്കൊരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കാൻ തുടങ്ങി. അക്കാലത്തെ മദ്യ നിരോധനത്തെ തുടർന്ന് തമിഴ്നാട്ടിലെങ്ങും വ്യാജമദ്യം വളരെ സുലഭമായിരുന്നു. തിരുവാൻമൂരിനും
മാമല്ലപുരത്തിനും ഇടയ്ക്കുള്ള തീരദേശം വ്യാജ ചാരായം ഉൽപ്പാദിപ്പിക്കുന്ന മുഖ്യ കേന്ദ്രങ്ങളായിരുന്നു. പെട്ടെന്ന് പണക്കാരനാകാൻ മോഹിച്ച ശങ്കറിന് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛ വരുമാനം മതിയായിരുന്നില്ല. അയാൾ തിരുവാൻമൂരിൽ നിന്നും ചെന്നൈ നഗരത്തിലെ ആവശ്യക്കാർക്ക് വേണ്ടി ചാരായം കടത്താൻ ആരംഭിച്ചു. ഓട്ടോയിലായിരുന്നു അത്. വളരെ റിസ്ക് ഉണ്ടായിരുന്നിട്ടും നല്ല വരുമാനം ലഭിച്ചു തുടങ്ങി. അതോടെ അനുജനായ മോഹനെയും അളിയൻ എൽഡിനെയും ബിസിനസ്സിൽ കൂട്ടി. പണമായതോടെ സംഘം വിപുലീകരിച്ചു. എന്തിനും തയ്യാറുള്ള ഒരു ഗുണ്ടാ സംഘം തന്നെ ശങ്കറിന് കീഴിൽ രൂപപ്പെട്ടു. പോലീസുകാർക്ക് ആവശ്യത്തിന് പണം എത്തിക്കുന്നതുകൊണ്ട് അവർ ശങ്കറിന്റെ പ്രവൃത്തികളിൽ ഇടപെട്ടിരുന്നേയില്ല. അതോടെ മദ്യത്തേക്കാൾ ലാഭകരമായ മറ്റൊരു ബിസിനസ്സിലും ഗൗരി ശങ്കറിന് താല്പര്യമായി: പെൺവാണിഭം. അതിനായി അയാൾ പെരിയാർ നഗർ തീരപ്രദേശത്തെ ഒറ്റപ്പെട്ട ചില ഓലക്കുടിലുകൾ സജ്ജീകരിച്ച് യുവതികളെ അവിടെ പാർപ്പിച്ചു വന്നു. ആവശ്യക്കാരെ ഓട്ടോയിലെത്തിക്കും, തിരികെ ഓട്ടോയിൽ തന്നെ കൊണ്ടുവിടും. കുറച്ചുകൂടി ഉയർന്ന ഇടപാടുകാർക്കായി തിരുവാൻമൂർ LB റോഡിലെ ഒരു ലോഡ്ജ് തന്നെ വാടകയ്ക്കെടുത്തു. തൻ്റെ മാംസ വ്യാപാരത്തിനായി യുവതികളെ എത്തിക്കാൻ പല വഴികളും അയാൾ ഉപയോഗിച്ചു. ഒന്നിതിൽ താല്പര്യമുള്ളവരെ കണ്ടെത്തുക, രണ്ടാമതായി പെൺകുട്ടികളെ പ്രണയം നടിച്ചോ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞോ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരിക, മൂന്നാമതായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികളെ വിജനമായ പ്രദേശത്ത് വെച്ച് കണ്ടാൽ ബലമായി പിടിച്ച് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോകും. തൻ്റെ ബിസിനസ് വിജയകരമായി നടത്താൻ അധികാരികളുടെ സഹായം വേണമെന്ന് ശങ്കറിനറിയാമായിരുന്നു. അതിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ചില മന്ത്രിമാർക്കും അയാൾ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തു. അവരുടെ എല്ലാം പിന്തുണയോടെ ഗൗരി ശങ്കർ തിരുവാൻമൂരിലെ കിരീടം വെക്കാത്ത ഒരു രാജാവായി മാറി. ഒരാൾ പോലും അയാൾക്കെതിരെ ശബ്ദിക്കുമായിരുന്നില്ല, പരാതിപ്പെടുമായിരുന്നില്ല. ശങ്കറിന്റെ യുവതികളിൽ ഒരാളായിരുന്നു ലളിത. അയാളുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ചുടലൈ മുത്തുവിന് അവളോട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം പ്രണയമായി. ശങ്കറിന്റെ സംഘത്തിൽ തുടർന്നുകൊണ്ട് തങ്ങൾ ഒന്നിച്ച് ജീവിക്കാനാവില്ല എന്നറിയാമായിരുന്ന ഇവർ 1987 ലളിതയും ചുടലൈ മുത്തുവും കൂടി ആന്ധ്രയിലേക്ക് ഒളിച്ചോടി. ഈ സംഭവം ശങ്കറിനെ വളരെ കോപാകുലനാക്കി. അവരെ കണ്ടെത്താൻ തൻ്റെ ആൾക്കാരെ അയാൾ ചുമതലപ്പെടുത്തി. കുറച്ച് മാസങ്ങൾക്കകം അവർ ആന്ധ്രയിലുണ്ടെന്ന് ശങ്കറിന് വിവരം കിട്ടുന്നു. സംഘത്തിലെ 2 പേരെ അയാൾ ആന്ധ്രയിലേക്ക് അയച്ചു. അവിടെ എത്തിയ അവർ ലളിതയും ചുടല മുത്തുവിനെയും കണ്ടെത്തി. വളരെ സൗഹാർദ്ദമായാണ് അവർ ഇടപെട്ടത്. അണ്ണന് ദേഷ്യമൊന്നുമില്ലെന്നും 2 പേരും തിരുവാൻമൂരിലേക്ക് തിരികെ വരണമെന്നും അവർ നിർബന്ധിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞതോടെ അവർക്ക് ആശ്വാസമായി. പഴയ ചങ്ങാതിമാരോടൊപ്പം പെരിയാർ നഗറിലെത്തി. വിജനമായൊരു സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ ഗൗരി ശങ്കർ ഉണ്ടായിരുന്നു. ലളിതയും ചുടലമുത്തുവിനെയും ഭീകരമായി അയാളും സംഘവും മർദ്ദിച്ചു. 2 പേരും കൊല ചെയ്യപ്പെട്ടു. അവിടെ തന്നെ കുഴിച്ചു മൂടി. ചുടലമുത്തുവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം അവശിഷ്ടങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ശങ്കറിന്റെ തേഴ്വാഴ്ച തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം LB റോഡിലെ ശങ്കറിന്റെ ലോഡ്ജിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. അയാളുടെ ഒരു യുവതിയെ 3 ചെറുപ്പക്കാർ ചേർന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിരുന്നു അതിന് കാരണം. മോഹൻ, സമ്പത്ത്, ഗോവിന്ദരാജ് എന്നിവരായിരുന്നു അത്. തടയാൻ ശ്രമിച്ച ശങ്കറിന് മർദ്ദനമേറ്റു. 3 പേരും കടന്നു കളഞ്ഞു. ഗുണ്ടാ സംഘം രംഗത്തിറങ്ങി. 3 പേരെയും അവർ കണ്ടെത്തി. അവരെ പിടികൂടി വിജന സ്ഥലത്തെത്തിച്ചു. ഗൗരി ശങ്കർ അവിടെ ഉണ്ടായിരുന്നു. ആ 3 യുവാക്കളെയും മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഈ 5 കൊലകൾ കൂടാതെ രവി എന്നൊരാളെയും ഗൗരി ശങ്കറിന്റെ സംഘം കൊലപ്പെടുത്തി കളഞ്ഞു. തിരുവാൻമൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളിൽ ചിലരെ പോലീസ് റെയ്ഡിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മറ്റുള്ളവരെ അയാൾ മറ്റേതോ സംഘങ്ങൾക്ക് കൈമാറ്റം ചെയ്തിരുന്നു. പിറ്റേന്നത്തെ പത്രങ്ങൾ കൂടി ഈ വാർത്തകൾ അറിഞ്ഞ തമിഴകം ഇളകി മറിഞ്ഞു. ഗൗരി ശങ്കറിനെ അവർ ഓട്ടോ ശങ്കർ എന്ന് നാമകരണം ചെയ്തു. ശങ്കറിന്റെ ഡയറിയിലെ എല്ലാ വിവരവും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ശങ്കറുമായി ബന്ധമുണ്ടായിരുന്ന മന്ത്രി ആരെന്ന് പുറം ലോകം ഒരിക്കലും അറിഞ്ഞിട്ടുമില്ല. ഗവർണറുടെ നിർദ്ദേശപ്രകാരം 2 DYSPമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഗൗരി ശങ്കറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വിജനമായ പറമ്പിൽ ലളിതയുടെ അസ്ഥികൾ അവർ അന്ന് കുഴിച്ചെടുത്തു. ചുടലൈ മുത്തുവിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായുമില്ല. കൊല ചെയ്യപ്പെട്ട 3 ചെറുപ്പക്കാരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ശങ്കറിന്റെ വീടിന്റെ അടിത്തറയിൽ നിന്നുമായിരുന്നു. അവരെ അവിടെയായിരുന്നു അയാൾ കുഴിച്ചിട്ടത്. ഓട്ടോ ശങ്കറിന്റെ വാർത്തകൾ കൊണ്ട് ദിവസങ്ങളോളം പത്രത്താളുകൾ നിറഞ്ഞു. എന്നാൽ ഗൗരി ശങ്കറിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. പോലീസിലെ അയാളുടെ സുഹൃത്തുക്കൾ അയാളെ രഹസ്യമായി സഹായിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ഇതിന് പിന്നിലെ സത്യം. അറസ്റ്റ് ചെയ്യപ്പെട്ട ശങ്കറിനെയും സംഘത്തെയും മദ്രാസ് സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു. ഓഗസ്റ്റ് 20 കോടതിയിൽ ഹാജരാക്കിയ ശേഷം
തിരികെ എത്തിച്ച ഓട്ടോ ശങ്കറിനെ അയാളുടെ സെല്ലിലേക്ക് കയറ്റി. ഒപ്പം സംഘത്തിലെ 2 പേരെയും. ഓരോ കേസിലുള്ള ഒന്നിലധികം പേരെ ഒരുമിപ്പിച്ച് താമസിപ്പിക്കുന്ന ജയിൽ ചട്ടം അവിടെ അന്ന് ലംഘിക്കപ്പെട്ടു. പിറ്റേന്നത്തെ പ്രഭാതത്തിൽ ആ സെല്ലിൻ്റെ അഴികൾ വളഞ്ഞു കാണപ്പെട്ടു. സെല്ലിൽ താമസിച്ചിരുന്ന 3 പേരും അപ്രത്യക്ഷമാവുകയായിരുന്നു. മദ്രാസ് നഗരം അക്ഷരാർത്ഥത്തിൽ ഭീതിയിലായി. 3 കൊടും ക്രിമിനലുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. 12 ജയിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്തു. പിന്നീട് അപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ശങ്കറിനെയും കൂട്ടരെയും കണ്ടെത്താൻ പോലീസ് അന്ന് തമിഴ്നാട് മൊത്തം അരിച്ചു പെറുക്കി. എന്നാൽ സാധിച്ചില്ല. DGP P. ദുരൈയുടെ മേൽ നോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തി. ഒടുക്കം ഒറീസയിലെ റൂർക്കേല സ്റ്റീൽ സിറ്റിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓട്ടോ ശങ്കറെ പോലീസ് പിടികൂടി. ചെങ്കൽപ്പേട്ട് സ്റ്റേഷനിൽ കോടതിയിലാണ് ഓട്ടോ ശങ്കറിൻ്റെയും കൂട്ടാളികളുടെയും കേസ് വിചാരണ നടന്നത്. 1991 മെയ് 31 വിധി പറഞ്ഞു. ശങ്കർ, ശിവാജി, എൽഡിൻ എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു. അയാളുടെ അനുജൻ മോഹന് 3 ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചത്. ശങ്കറെയും മറ്റ് 2 പേരെയും സേലം സെൻട്രൽ ജയിലിൽ അന്ന് തൂക്കിക്കൊന്നു.